കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10:15 ശ്രീരക്തചാമുണ്ഡി, ശ്രീബാലചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ 10:38 11:28 മധ്യേ. വൈകുന്നേരം 5 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും 100-ൽ പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. മണ്ഡല രൂപീകരണത്തിന് ശേഷം ഇതുവരെയും കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ലാത്ത ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ചരിത്രം ആവർത്തിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യം അതിനെതിരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആന്റണിക്കെതിരെ ഒരു ജനരോഷം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ മാറ്റി നിർത്തി സിറ്റിംഗ് എംപിമാർ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിന്റെ പുറത്ത് ആന്റണി പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാനായി ഇറങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു തീരുമാനത്തോട് പലർക്കും അതൃപ്തി ഉണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പത്തനംതിട്ടയിൽ UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത്. എന്നാൽ ഈ കൺവെൻഷനിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പങ്കെടുക്കാതെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, പരിപാടി ബഹിഷ്കരിക്കുന്നതായി അറിയിക്കുക കൂടി ചെയ്തിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് പറയാമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് K ശിവദാസൻ നായരാണ് പത്തനംതിട്ടയിൽ നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. കോൺഗ്രസിൽ A വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിലവിലെ നേതൃത്വം ഈ വിഭാഗക്കാരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പരസ്യ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. എന്നാൽ അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്താണ്, അതിനാലാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്നുമാണ് ശിവദാസൻ നായരുമായി അടുത്ത വൃത്തങ്ങൾ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം. 2 തവണ MLAയും DCC പ്രസിഡന്റും ദേശീയ കാർഷിക ബാങ്ക് ചെയർമാനുമായിരുന്ന പ്രമുഖ സഹകാരി കൂടിയായ ശിവദാസൻ നായർ ജില്ലയിൽ കോൺഗ്രസ് KSU പുനഃസംഘടന മുതൽ A ഗ്രൂപ്പിനെ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയാണ് അദ്ദേഹം UDF പത്തനംതിട്ട പാർലമെന്റ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് റിപ്പോർട്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. KPCC ജനറൽ സെക്രട്ടറി, DCC അധ്യക്ഷൻ, MLA എന്ന നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതിയിൽ പരിഗണിക്കാതെ വളരെ ജൂനിയർ ആയവരെ വരെ നിയോഗിച്ചത് ജില്ലയിൽ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ പോലും A ഗ്രൂപ്പ് നേതൃത്വത്തോട് കൂടിയാലോചന നടത്തിയില്ലെന്നുള്ള ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. ശിവദാസൻ നായരുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹം നൽകിയ പേര് പരിഗണിക്കപ്പെട്ടിട്ടില്ല. KSU പത്തനംതിട്ട ജില്ലാ പുനഃസംഘടനയിൽ A ഗ്രൂപ്പിന് അർഹിച്ച പ്രാതിനിധ്യം ലഭിച്ചിരുന്നില്ല. 75 അംഗ ജില്ലാ കമ്മിറ്റിയിൽ ഒരാളെ മാത്രമാണ് ശിവദാസൻ നായർ നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത്. അതും അതൃപ്തിക്ക് കാരണമാണ്. A വിഭാഗത്തെ ജില്ലയിൽ നയിച്ചിരുന്ന നേതാവ് ഫിലിപ്പോസ് തോമസ് നേരത്തെ കോൺഗ്രസ് വിട്ട് CPMൽ ചേരുകയും ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു. DCC പ്രസിഡന്റ് ആയിരുന്ന ബാബു ജോർജും വൈസ് പ്രസിഡന്റ് സജി ചാക്കോയും അടുത്തിടെ CPMൽ ചേർന്നിരുന്നു. ഇരുവരും A വിഭാഗം യുവജന നേതാക്കളായാണ് നേതൃത്വത്തിലേക്ക് എത്തുന്നത്. മറ്റൊരു A വിഭാഗം നേതാവും മുൻ DCC പ്രസിഡന്റുമായിരുന്ന P മോഹൻ രാജുനെയും പുനഃസംഘടനയിൽ പരിഗണിച്ചിട്ടില്ല. ജില്ലാ രൂപീകരണത്തിന് മുൻപ് തന്നെ ആന്റണി കോൺഗ്രസിനെ നയിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK റോയ്സിനും നിശബ്ദനാണ്. ഇതിനൊക്കെ ഇടയിലാണ് മുതിർന്ന നേതാവ് K ശിവദാസൻ നായരുടെ ബഹിഷ്കരണം ഉണ്ടായിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ജില്ലയിലെ പ്രമുഖനായ നേതാവ് കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തെറ്റായ സന്ദേശം പൊതുസമൂഹത്തിന് നൽകും എന്നതിനാൽ നേതൃത്വം അനുനയ ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ A വിഭാഗം നേതാവുമായ AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി എന്നതും ഇവിടെ പ്രധാനമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ശബരിമല എന്നൊരു വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് NDAക്ക് ഏറെ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിരുന്നതാണ്. ഇത്തവണ UDFനെതിരെ ഒരു ജനവികാരം നിലനിൽക്കെ ഇത്തരം വിവാദ വിഷയങ്ങൾ കൂടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ്.
കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അതൃപ്തി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തമ്മിലുള്ള വാക്പോരും പിണക്കങ്ങളും ബഹിഷ്കരണവും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ശരിവെക്കുന്നത് കനകോലുവിന്റെ റിപ്പോർട്ട് സത്യമാണ് എന്ന തരത്തിലാണ്. തീർച്ചയായിട്ടും കനകോലു റിപ്പോർട്ടിനെയും അതുപോലെ തന്നെ പല മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങളെയും വകവയ്ക്കാതെ അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു അതൃപ്തി കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. 2009 ആദ്യ മത്സരത്തിൽ 1,10,206 വോട്ട് ഭൂരിപക്ഷം നേടിയായിരുന്നു ആന്റോ ആന്റണിയുടെ വിജയം. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പുകളിലെ അത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇത് വ്യക്തമാക്കുന്നത് UDF അല്ലെങ്കിൽ ആന്റോ ആന്റണിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം കുറയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് വിജയിക്കുക എന്നത് വളരെ ശ്രമകരമാണ്.